കാസർകോട്ടെ ഫ്രീഡം ക്വിസ് വിവാദ ചോദ്യോത്തരത്തിൽ ചോദ്യാവലി തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ട് MSF രംഗത്ത്. സംഭവത്തിൽ MSF വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഇതിനിടെ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മഞ്ചേശ്വരം ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള LP വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ AEO നൽകിയ ചോദ്യാവലിയിലാണ് വിവാദമുണ്ടാക്കിയ ചോദ്യോത്തരങ്ങൾ ഉപയോഗിച്ചതായി കണ്ടത്. ഇവ RSS ശാഖയിൽ നിന്നും തയ്യാറാക്കിയതാണെന്നും സർക്കാർ ഉദ്യോഗത്തിലിരിക്കെ RSS രാഷ്ട്രീയം നടത്തുന്ന AEOയും ചോദ്യം തയ്യാറാക്കിയ അധ്യാപകരെയും വകുപ്പുതല നടപടിക്ക് വിധേയമാക്കണമെന്നും MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ 3 ഉപജില്ലകളിൽ വിവാദപരമായ ഈ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകരുടെ ലക്ഷ്യം എന്താണെന്ന് MSFന് അറിയേണ്ടതായിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ വസ്തുതാപരമായ ചരിത്ര വളച്ചൊടുക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ചെയ്തോ വികാരം എന്താണെന്നാണ് MSFന് അറിയാനുള്ളത്. തീർച്ചയായിട്ടും MSFന് പറയാനുള്ളത്, ഈ ചോദ്യാവലി തയ്യാറാക്കിയവർ, അത് പരിശോധിച്ചവർ, അത് അംഗീകരിച്ചവർ, ഇവർക്കെതിരെ ശക്തമായ വകുപ്പ് തല അന്വേഷണം നടത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് MSFന് പറയാനുള്ളത്. എന്ത് തരത്തിൽ ഗൂഢാലോചന നടന്നു എന്നാണ് പറയുന്നത് ഈ പേരുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇത് കൈകാര്യം ചെയ്തത് UDF ആണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് തലത്തിൽ വിദ്യാഭ്യാസ തലത്തിൽ ഏതെങ്കിലും രീതിയിൽ വിവാദമുണ്ടാക്കാനുള്ള ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം വരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI, DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ബോധപൂർവം തകർക്കാനുള്ള RSS ശ്രമമാണ് ഇത്തരം ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്ന് DYFI ആരോപിച്ചു. 6 തവണ തുടർച്ചയായി മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് തനിക്ക് വിടുതൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പാകെ മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് ഒടുവിൽ ബ്രിട്ടീഷിന്റെ ചെരുപ്പ് നക്കി പുറത്തേക്ക് വന്ന ആളിന്റെ പേരാണ് VD സവർക്കർ. ആ VD സവർക്കറിന്റെ നിർദ്ദേശാനുസരണമാണ്, ആ VD സവർക്കറിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് 1948 ജനുവരി 30 ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് നാത്തുറാം വിനയഗോഡ്സെ എന്ന സംഘപരിവാറുകാരൻ. പിന്നീട് നിങ്ങൾ നോക്കൂ, അതിന്റെ ഭാഗമായുള്ള പരിശോധനയുടെ ഘട്ടത്തിൽ, തുടർ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കപൂർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഉത്തരവാദിയുടെ പേരാണ്, ഗാന്ധി വധത്തിൽ ഗാന്ധി ഘാതകരുടെ കൂട്ടത്തിലുള്ളയാളിന്റെ പേരാണ് VD സവർക്കർ എന്നാണ്. എന്തുകൊണ്ടാണ് VD സവർക്കർ ശിക്ഷിക്കപ്പെടാതിരുന്നത്? VD സവർക്കർ ശിക്ഷിക്കപ്പെടാതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അയാൾ മരണപ്പെട്ടുപോയി എന്നതുകൊണ്ട് മാത്രമാണ്. ആ VD സവർക്കറിനെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വമായിരുന്ന മഹാത്മാഗാന്ധിയെ, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി നേതൃത്വം കൊടുത്ത VD സവർക്കറിനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ പരമാധികാരിയായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസം കൈയാളിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഈ ചോദ്യത്തിലൂടെ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ക്വിസ് മത്സരത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നതായിരുന്നു ചോദ്യാവലിയിൽ ഉൾപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യമായിരുന്നു പരാതിക്ക് ആധാരമായത്. ഉത്തരസൂചികയിൽ VD സവർക്കർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ്, കുമ്പള ഉപജില്ലകളിലെ സ്കൂളുകളിൽ നിന്നുള്ള LP വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിലാണ് ചോദ്യമുള്ളത്. ചോദ്യാവലി വിവാദത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ അടിയന്തരമായി ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തുടർ പ്രക്ഷോഭ നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് DYFIയും MSF, SFIയും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.